ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആട്ടോ. നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റഡ് ടൂർ, അത് സിറ്റി ടൂറും അത് കഴിഞ്ഞിട്ട് നേരെ ബോർഡൻസയിലേക്ക് പോയിട്ട് അവിടെ വാട്ടർ സ്പോർട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള പ്ലാനില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 9 മണിക്ക് ഇറങ്ങണം. നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാനൊക്കെ പോയി, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 മണിക്ക് ഇറങ്ങണം. ഗൈസ്, എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ്? ഞാൻ തന്നെ മേക്കപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യാറ്. ഇന്ന് ഞാൻ പതിവില്ലാതെ എല്ലാ സാധനങ്ങളും മുഖത്ത് വാരി വലിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ കാണാനില്ലേ, എൻ്റെ വെള്ളപ്പണ്ടടിച്ചോലിരിക്കണില്ലേ? അതെ. നിമ്മി രാവിലെ തന്നെ എഴുന്നേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ബ്ലഷ് മാത്രമേ കൊച്ചു ഇട്ടിട്ടുള്ളൂ. കൊച്ചു വേറെ ഒന്നും ചെയ്തില്ല. എന്താ ചെയ്യാ, ഞാൻ കാരണം അവളെ തന്നെ ചെയ്തോണ്ട് വെറുതെ എന്നെ പറയണാണ്. പ്രത്യേകിച്ച് പോവാനായിട്ടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ബിക്കോസ് ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ടല്ലോ മതിലുമ പിടച്ചേറില്. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ രാത്രി സ്വിമ്മിംഗ് പൂളിൽ പോയായിരുന്നു നീന്താൻ അറിയില്ലേലും നമ്മൾ ഒരുവിധം കാണിച്ചു, കൈയും കാലിട്ട് അടിച്ചു. അപ്പം അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഇന്ന് രാവിലെ ആയപ്പോൾ തുടങ്ങി ഈ കൈയുടെ ഇവിടെ ഷോൾഡർ ഭയങ്കര വേദന. ഉറങ്ങാനും തോന്നുന്നുണ്ട്. നീ പറഞ്ഞിട്ടില്ലേ, പണ്ടേ പറഞ്ഞിട്ടില്ലേ മേലാത്ത കാര്യത്തിന്റെ മണ്ടല്. യെസ്, കർമ്മൂര് പറഞ്ഞ കേൾക്കണം. വെള്ളത്തിലിറങ്ങരുത് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിറങ്ങരുത്, പിടച്ചു കയറരുത് എന്ന് പറഞ്ഞാൽ പിടച്ചു കയറരുത്. ഇപ്പൊ കൈക്ക് നല്ല വേദനയുണ്ട്. അപ്പൊ നിമ്മി എല്ലാ മരുന്നുമായിട്ട് വന്നേക്കണേ. ഒരു സഞ്ചരിക്കുന്ന ഫാർമസിയാണത്. അതുകൊണ്ട് തന്നെ അവളുടെ മൂവ്, ഡോളോ, സിട്രസിന് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവളുടെ ഉണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എഴുന്നേറ്റ് വഴി തന്നെ മൂവൊക്കെ അടിച്ചായിട്ട് ഇരിക്കണോ, നല്ല വേദനയുണ്ട്. അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ മാറി നേരെ ഫുഡ് കഴിക്കാൻ പോയി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അവിടെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സിറ്റി ടൂർ ആണല്ലോ. അപ്പം നമ്മൾ നേരെ പോയി ബാഗൊക്കെ എടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് തുടങ്ങി. അവരെല്ലാവരും വന്നപ്പോൾ ഒരുമിച്ച് പോയി. നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോണ വഴിക്കുള്ള വ്യൂസൊന്നും ഒരു രക്ഷയില്ലാത്ത വ്യൂസ് ആയിരുന്നു. പോണ വഴിക്കുള്ള വ്യൂസ്, അയ്യോ നല്ല വ്യൂസ് ആയിരുന്നു കേട്ടോ. നിമ്മി പറയ്, എങ്ങനെയുണ്ട് സീനറീസ്? സീനറി നിങ്ങൾ കാണേണ്ടതാ, അത് കാണിച്ചെന്നില്ലേ? അടിപൊളിയാ സീനറി. എനിക്ക് സീനറി ഭയങ്കര ഇഷ്ടമായി. സ്വിറ്റ്സർലാൻഡിനൊക്കെ വീഡിയോയിൽ കാണുന്ന ഒരു വൈബ് അടിക്കുന്നുണ്ട്. സ്വിറ്റ്സർലൻഡ് ഒരു മിനി സ്വിറ്റ്സർലൻഡ്, ജർമ്മനിയിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയാൻ വേണമെങ്കിൽ കാഴ്ചയില് ഈ ചില സമയത്ത് ഈവനിങ് ടൈമൊക്കെ അല്ല, ഈവനിങ് നല്ല മോർണിംഗ് ഉണ്ട് കേട്ടോ. ഇപ്പൊ അവിടെ ആ മലയുടെ അങ്ങറ്റത്ത് നമുക്ക് ക്യാമറയ്ക്ക് അത്ര സൂം ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവിടെയൊക്കെ മറ്റേ പശുക്കൾ വന്ന് നിൽക്കുന്നുണ്ട്. അയ്യോ എന്ത് രസമാണെന്ന് അറിയോ, അത് നല്ല മറ്റേ കളർഫുൾ ആയിട്ടുള്ള പശുക്കള്, നല്ല ബ്രൗൺ ഷെയ്ഡ് കളറുള്ള പശുക്കളൊക്കെ എന്ത് രസം കാണാൻ അറിയോ. അത് ആ പച്ചപ്പിന്റെ മീതെ കിടക്കുന്ന ബ്രൗണും വൈറ്റും കൂടി ഷെയ്ഡുള്ള പശു പുല്ല്, ആഹാ അന്തസ്, എന്ത് രസം കാണാനായിട്ട്. ട്രാവലിംഗ് ആണെങ്കിൽ കുറച്ച് സീൻ ഇരുന്ന് നടുവേദന എടുക്കും. പിന്നെ നടക്കല് എനിക്ക് ഇഷ്ടമില്ല. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ട്രെയിനിൽ നമ്മളൊരു 5 മണിക്കൂറെ കണ്ടിരുന്നു. ഏകദേശം ഒരു 5 മണിക്കൂറിന് അടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിൻ ട്രാവലിംഗ് ഒട്ട് നടക്കില്ല, മടുപ്പ്. ബസ്സും നമ്മൾ ഏറ്റവും ബാക്ക് സീറ്റിൽ വന്നതുകൊണ്ട് ബസ് തന്നെ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഹമ്പോ എന്ത് വന്നാലും നമ്മൾ ഇത് ചാടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി, നമ്മൾ ഈ ട്രെയിനിലാട്ടോ വന്നത്. ഈ ട്രെയിനൊക്കെ ഇറങ്ങി നമ്മളിപ്പോ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുക. ബോർഡൻസയിലേക്കാട്ടോ പോണത്. ഇനി ഒരു ട്രെയിനൂടെ കയറണോ അല്ലെങ്കിൽ ഇവിടെ തന്നെയാണോ എന്നൊന്നും എനിക്കൊരു പിടിയില്ല. സാറിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. സാർ എവിടെ പോകുന്നു അവിടെ നമ്മളും പോവും. ഇന്നലത്തെ നമ്മുടെ ട്രിപ്പിന്റെ മെയിൻ ക്യാരക്ടർ നിമ്മിയായിരുന്നു. ഇന്നത്തെ നമ്മുടെ ട്രിപ്പിന്റെ മെയിൻ ക്യാരക്ടർ വേറൊരു ഇവളുടെ അസിസ്റ്റന്റ് ലീഡറും പിന്നെ ടീച്ചറും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ഇതിന്റെ മെയിൻ ക്യാരക്ടർ. ഇന്നലെ ഫുൾ നിമ്മിയായിരുന്നു. ഇന്ന് വെക്സല. അവൾക്ക് പൗസ വേണമെന്ന്. പക്ഷെ എന്താ ചെയ്യാ, പിള്ളേരൊക്കെ പണിയെടുക്കാൻ മടിച്ചാണ് ഇവള് അവരെ ഏൽപ്പിച്ചേക്കുന്നു. ഏതോ പുഴയെടുത്ത് നടക്കത്തില്ല. ഇതന്നെയല്ലേ ബോർഡൻസേ? അയ്യോ ഇൻട്രസ്റ്റ് കാണാൻ ഒരു സിംഹത്തിന്റെ പ്രതിമയൊക്കെ ഉണ്ട്. അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ശരിക്കും. നോക്ക് എന്റെ ബാക്കിൽ കാണുന്നത് പുഴ. അയ്യോ അതാണ് ബോർഡൻസേ. നിമ്മി ബോർഡൻസേ കാണാലോ? അതല്ലേ ഉറപ്പല്ലേ ബോർഡൻസേ ആണെന്ന്? അതാ നമ്മൾ വിശ്വസിക്കുന്നത്. തന്നെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോവാനുള്ള വണ്ടി വന്ന് ഗൈസ്. വണ്ടി ഷിപ്പ്. ഒയ്യോ എനിക്ക് ഷിപ്പിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഷിപ്പിൽ കയറാൻ പോകുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് പഞ്ച് ചെയ്തു കയറി. ലേക്ക് പോട്ടെ, ഷിപ്പിന്റെ മുകളിൽ പോയി നിന്നിട്ട് അവിടെ നിന്നുള്ള വ്യൂ കാണാം. ഇതൊന്ന് പനോറമിക് വ്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്തുള്ള റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഷിപ്പിൽ കയറിയിട്ട് നമ്മൾ മുകളിൽ കുറേ തിരക്കായിരുന്നതുകൊണ്ട് നമ്മൾ ആരുമില്ലാത്തൊരു സ്പേസ് എന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ്, നല്ല ലൊക്കേഷനാണ്. നമ്മൾ ഷിപ്പിന്റെ ഏറ്റവും ബാക്കിലാണ്. നമുക്ക് കൊടിയൊക്കെ കാണാം. വിഷുവാനുണ്ട് ജർമ്മനിയുടെ കൊടിയൊക്കെ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ ഡയറക്റ്റ് പോകുന്നു. കുറെ മുകളിലായിരുന്നു ഏറ്റവും ആദ്യം പോയത്. അവിടെ കുറെ ആൾക്കാരായിരുന്നുണ്ട്. നമുക്ക് എന്താ പറയാ, ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്ക് പോരാന്ന് വിചാരിച്ച് താഴേക്ക് ആരുമില്ലാത്ത സ്പേസിൽ വന്ന് നിൽക്കാം കേട്ടോ. ഇതിപ്പോ നമ്മുടെ ഷിപ്പിന്റെ ബാക്ക് വ്യൂ ആണ്. എന്ത് ചെയ്യാ, വെള്ളം, ജർമ്മനിയുടെ കൊടി, പിന്നെ ഞാൻ. ആഹാ അന്തസ് എന്താലേ. അൽഗോയും ബോഡൻസും ഒക്കെ ഒരു മസ്റ്റ് വിസിറ്റ് ആണെന്ന് ഞാൻ പറയട്ടെ. കാരണം വൺസിന്റെ ലൈഫാണ് നമ്മൾ എല്ലായിടത്തും പോണതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഒരു ആംഗിൾ ഓഫ് വ്യൂ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് ആണ്. ബിക്കോസ് നമുക്ക് കാണാനുള്ള നേച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ, മൗണ്ടെയിൻ, പിന്നെ നല്ല പച്ചപ്പ്, ഒരു മിനി സ്വിറ്റ്സർലൻഡ് വൈബ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വൺസിന്റെ ലൈഫ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ്. ബാക്കിലുള്ളത് നമ്മുടെ വ്ളോഗറാണ്, വ്ളോഗർ ഹെർഷീസ് വ്ളോഗ്. എന്റെ മുടിയൊക്കെ പറക്കണമൊക്കെ ഗൈസ്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുറകില് പച്ച കളർ വെള്ളം, നമ്മള് ബോട്ടിന്റെ അകത്ത്, ബാക്കിലുള്ള മൗണ്ടെയിൻ സീനറി. വാവ്, ലുക്കിലൊക്കെ വാവ് എന്നൊക്കെ പറയണ പോലെ തന്നെയുള്ള ഒരു എഫക്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാരണോട്. എനിക്ക് ഒന്നാമത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു എക്സ്ട്രാ ഒരു സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ വൈബൊക്കെ അടിക്കുന്നത്, ഓസ്ട്രിയ ഹാൾസ്റ്റഡ് ഒക്കെ പോകുമ്പോഴുള്ള വൈബൊക്കെ എന്നൊക്കെ പറയുന്നത്. അതേപോലെ അയ്യോ ഭയങ്കര ഇഷ്ടമായി. നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കണം. നമുക്ക് നിമ്മിയുടെ അഭിപ്രായം ചോദിക്കാം, അങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കട്ടെ. എങ്ങനെയുണ്ടെന്ന് ഷിപ്പിലുള്ള യാത്ര എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉറക്കെ പറഞ്ഞാലേ കേൾക്കുള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. അലറട്ടെ ഞാൻ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, ഫുള്ള് മൗണ്ടെയിനാ. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഫുൾ സീനറി കണ്ടിങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ട്. നിങ്ങള് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇതിൻ്റെ അകത്തുള്ള റെസ്റ്റോറൻറ്റിലാട്ടോ. പക്ഷെ ഇവിടെ ഇപ്പം ആരുമില്ല. കാരണം ഷിപ്പ് വന്ന് ഇറങ്ങി ആൾക്കാരൊക്കെ പുറത്തേക്ക് പോയി, കുറച്ച് പേര് മുകളിലേക്ക് പോയി. അതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ അകത്ത് ആരുമില്ല. അതിൻ്റെ മനസ്സിലായി തിരിഞ്ഞേ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ കുറെ തപ്പി നടന്ന ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അവിടെ കയറിട്ടോ. ഞാൻ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് പറഞ്ഞ, പിന്നെ ഫ്രണ്ട്സ് സ്പ്രിംഗ് റോൾസും സൂപ്പും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ മാത്രം ജ്യൂസിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ബസ് കയറാൻ വേണ്ടി നടന്നു തന്നെ വഴിക്ക് നമ്മൾ ജർമ്മനിയിലൊരു ഫേമസ് യൂട്യൂബറെ കണ്ടു. ക്നോസിയോ അങ്ങനെ എന്തോ പേര്. യൂട്യൂബിനെ കണ്ട് യൂട്യൂബിൽ നമുക്ക് ഹായ് ഒക്കെ തന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ഫ്രണ്ട്സ് അയാളായിട്ട് പോയി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ വാട്ടർ സ്പോട്ടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചിടത്തുനിന്ന് ഒരു ബസ്സൊക്കെ കയറി ഇപ്പോൾ നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നു കഴിയുമ്പോൾ വാട്ടർ സ്പോട്ട്. നമുക്ക് 3 എണ്ണമാണ് അവർ സെലക്ട് ചെയ്ത് തന്നേക്കണല്ലേ. ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. 3 ട്രൈ ചെയ്യാൻ നോക്കും. പക്ഷെ അവർ ഒരെണ്ണേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണേ പറ്റും. കയാക്കിങ്ങൊക്കെ ആഗ്രഹിച്ചു വന്നു നമുക്ക് 8ന്റെ പണി. ഇവിടെ നീന്തലറിയാണെങ്കിൽ മാത്രമേ ഒരു കയാക്കിങ്ങിനൊക്കെ വിടുള്ളൂ എന്ന്. ഈ ചവിട്ടിക്കൊണ്ടുപോകണ ബോട്ട് മാത്രമേ ചവിട്ടിയിട്ടോ വേണം. പക്ഷേ ചവിട്ടിക്കൊണ്ടുപോകണ ബോട്ട് ഞാൻ പോണി ഐപ്സിൽ പോയി ചവിട്ടിയാനെ. എന്തൊരു കഷ്ടം ഇത്. അവസാനം നമ്മൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് മറ്റേ സൈക്കിൾ ഓട്ടേണ്ട പോലത്തെ ബോട്ട് തന്നെ എടുത്തു. അവിടെ നിന്ന് ഒരു എന്നിട്ട് അറ്റത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അവിടെ വരെ പോകാം എന്നുള്ള പ്ലാനിലാണ് അവർ പറഞ്ഞത്. പിന്നെ കയാക്കിങ്ങും അങ്ങനെ ചെയ്യാൻ അറിയാവുന്നവരൊക്കെ, നീന്തൽ അറിയാവുന്നവരൊക്കെ അത്യാവശ്യം നല്ല നല്ല വാട്ടർ സ്പോട്ടുകൾ ചെയ്തു. ഞങ്ങൾ മാത്രം സൈക്കിൾ ചവിട്ടുന്ന പോലെ ബോട്ട് ചവിട്ടിപ്പോയി. പിന്നെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം. അവരെല്ലാവരും വെള്ളത്തിലിറങ്ങി. ഞങ്ങൾ നോർമൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ സങ്കടം തീർക്കാനായിട്ട് ഞങ്ങൾ ഒരു റൗണ്ട് കഴിഞ്ഞ് തിരിച്ചു കഴിഞ്ഞപ്പോൾ കയാക്കിനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കയാക്കിങ്ങിന് പോയിട്ടോ, ചെറിയൊരു റൗണ്ട്. അങ്ങനെ ആ ആഗ്രഹവും സാധിച്ച് നമ്മളെല്ലാവരോടും നേരെ തിരിച്ച് നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ഇട്ട് പിന്നെ രസം കാണാം. ബൈ.